നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് തുർക്കിയിലേക്കാണ്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ചങ്കിടിപ്പ് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തുർക്കി സിറിയയുമായിട്ട് ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ കരാർ പ്രകാരം തുർക്കി സിറിയൻ ഗവൺമെൻറ്റിന് ഉയർന്ന നിലവാരത്തിലുള്ള ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ സിസ്റ്റങ്ങളും ആർമിഡ് ഗ്രൂപ്പ് വെഹിക്കിൾസ് തുടങ്ങിയ നിരവധി യുദ്ധോപകരണങ്ങൾ സിറിയൻ ഗവൺമെൻറ്റിന് നൽകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒരു കരാർ നടപ്പിലാകുന്നത് അത് റഷ്യയുടെ മധ്യസ്ഥതയിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കിയെ സംബന്ധിച്ച് അവർ ഈ ഒരു ഡീലിലൂടെ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം അതൊന്നുകൂടി ശക്തമാക്കുകയാണിപ്പോൾ. ഈ ഒരു ഡീല് അമേരിക്കൻ സ്വാധീനം ആ ഒരു മേഖലയിൽ കുറയ്ക്കുന്നതിനായിട്ടുള്ള ഒരു തന്ത്രമായി പല നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് സിറിയയിൽ സൈനിക സാന്നിധ്യമുണ്ട്. കുർദ് സൈനികരെയാണ് ഈ അമേരിക്ക സിറിയയിൽ സഹായിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തുർക്കി റഷ്യ അച്ചുതണ്ട് അമേരിക്ക ഇസ്രയേൽ അച്ചുതണ്ടിന് ഇപ്പോൾ ശക്തമായൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പലരും വിലയിരുത്തുന്നത് ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഇറാൻ കൂടെ ഈ തുർക്കി റഷ്യ അച്ചുതണ്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും വൻ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുന്നത്. പറയുമ്പോൾ ഇതൊരു ഡീലാണ് എങ്കിൽ കൂടിയും ആ ഒരു മേഖലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയുടെ ഭാവി തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാൻ പോകുന്ന ഒരു ഡീൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് യമനിൽ നിന്നാണ്. ഇസ്രയേലിന്റെ തന്നെ ആക്രമണത്തിൽ ഹൂതികളുടെ ഒരു സൈനിക മേധാവി കഴിഞ്ഞ ആഴ്ച മരിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലാണ് പലരും ഈ ഒരു ആക്രമണത്തെ, അതായത് റെഡ് സീയിലൂടെ പോയ ഒരു ഓയിൽ ടാങ്കറിന് നേരെ ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഹൂതികൾ ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തിട്ടില്ല. എന്നാലും പലരും വിലയിരുത്തുന്നത് റെഡ് സീയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണം അതിന് പിന്നിൽ ഹൂതികൾ തന്നെയാണ് എന്നാണ്. എന്നാൽ ഇത് സംബന്ധിക്കുന്ന സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ കനത്ത ആശങ്കയിലാണ്. അവർക്കും ആക്രമണത്തിന്റെ ഉറവിടം അതെവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഓയിൽ ടാങ്കറിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതിൽ തൊടുത്തു വിട്ടിട്ടുള്ള മിസൈൽ അതെവിടെ നിന്ന് തൊടുത്തു വിട്ടു, യമന്റെ തീരത്ത് നിന്നാണോ അതോ മറ്റേതെങ്കിലും തീരത്ത് നിന്നാണോ എന്ന് കണ്ടെത്താൻ ഇതുവരെ ഒരു സുരക്ഷാ ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഹൂതികളുടെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് അൽ ഖമാരിയ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ പ്രതികാരമായിട്ട് ഹൂതികൾ അന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇസ്രയേലിന് ഇതിന്റെ തിരിച്ചടി കിട്ടുമെന്ന്. എന്നിരുന്നാലും റെഡ് സീയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണം അത് ഹൂതികൾ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിനെ തുടർന്ന് ഇപ്പോൾ ഇസ്രയേൽ കനത്ത ജാഗ്രതയിലാണ്. കാരണം പലപ്പോഴായിട്ട് ഇസ്രയേൽ ഹൂതികളുടെ ആക്രമണം അത് നേരിട്ടിട്ടുള്ളതാണ്. ഈ ഹൂതികൾക്ക് ഇറാൻ നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഹൂതികളുടെ ആക്രമണം തടഞ്ഞിടുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബർ 7 ഏലാത്ത് തുറമുഖം ലക്ഷ്യമാക്കി ഹൂതികൾ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതായത് കഴിഞ്ഞ മാസം തന്നെയാണ് ഹൂതികളുടെ ഒരു ആക്രമണം, വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രയേലിന്റെ മണ്ണിലേക്കുണ്ടായത്. അതിനാൽ തന്നെ ഇസ്രയേൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹൂതികൾ പലപ്പോഴായിട്ട് ആക്രമണം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹു കുറേയധികം പ്രസ്താവനകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. സമാധാന കരാർ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടേയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. മറിച്ച് ഞാനാണ് ആ ഒരു പദ്ധതി അത് രൂപം നൽകാനായിട്ട് സഹായിച്ചതെന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്.